ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വേറിയം നന്നാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ക്ലീൻ ആക്കുക സിമ്പിളായിട്ടുള്ള നമ്മൾ കാണിച്ചാൽ പോകട്ടാ. പിന്നെ കുറച്ച് ചെടിൻ്റെ പ്ലാന്റുകൾ ഇട്ടാ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ആദ്യമായി പോകുന്നത് എന്താ ചെയ്യേണ്ടി? അപ്പോൾ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ. നമ്മൾ നേരെ പോകാം. ഇതാണ് അക്വേറിയട്ടാ. അപ്പോൾ ഇതിൽ ഫുള്ള് ഇച്ച് പിടിച്ചിട്ടുണ്ട് ഗ്ലാസ് മേൽ. ഇത് കാണുന്നത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ക്ലീൻ ആക്കി കാണിച്ചാൽ. അപ്പം ഇതാണ് നമ്മൾ ഇടാനുള്ള പൈപ്പ് ഇട്ടതിലേക്ക്. അപ്പോൾ ഇതുപോലെ കെട്ടിയിട്ട് നമ്മൾ ഇവിടെ സ്റ്റേ കൊടുക്കണം ചെറുതായിട്ട്. ഓക്കെ, ഈ പൈപ്പ് ഇവിടെ കൊടുക്കാനുണ്ട്. ഈ പൈപ്പ് ഇത് ഇതിൻ്റെ അങ്ങിയത് കറക്റ്റാ. ഒരു പൈപ്പ് അതിൽ കൂടെ ഒരു പൈപ്പ് ഇതിൻ്റെ ബാക്കോടുണ്ട്. വെള്ളം ബാക്കിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അടുത്ത പൈപ്പ്. ഇനി ഞാൻ അപ്പുറം ഇതുപോലെ ഒരു പൈപ്പ് ഇവിടെ കൊടുക്കാൻ പോകും. ഇതുപോലെ ഒരു കെട്ട് കെട്ടാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വലിച്ചിട്ടോ. ഇപ്പൊ നല്ല വെള്ളം അതിൽ വരണമുണ്ട്, മെസ്സോട് ഇത് പോകണില്ല കേട്ടോ. മെസ്സോട് വേണം ഇത് ചോട്ട് പോകണം. നമ്മൾ അങ്ങോട്ട് വരാം. ഉള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട്. നിങ്ങൾ വരുത്തുമ്പോൾ എന്ത് ചെയ്യണം? ബാക്കിലിട്ട് അരച്ചിക്കണം ഇല്ല കേട്ടോ. മറ്റേ ഗ്ലാസ്സുമ്പോൾ പാച്ച് കാണിച്ചുണ്ട്. ഇതുപോലെ നന്നാക്കി വരുത്തുക. അപ്പോൾ നമ്മൾ ഫുൾ പരിപാടി കഴിഞ്ഞില്ല കാണിച്ചില്ലേ? നല്ല ക്ലിയർ ആയില്ലേ? നമ്മൾ ലൈറ്റ് വിട്ട് കാണിച്ചെടുക്കാം. ആ ലൈറ്റ് ഇട്ടാ ക്ലിയർ ആവണേ. അപ്പം നമ്മൾ അക്വേറിയം ഫുൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാ. മീനൊക്കെ നല്ല ഭംഗിയിലേ കാണാൻ. അപ്പം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെടി വെച്ച് ഏറ്റവും നല്ല അടിപൊളി ചെടികൾ കാണിച്ചത്. പക്ഷേ അതിൻ്റെ പേര് നമുക്കറിയില്ല. പേര് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം. പേര് വെച്ച് റിസ്ക്കുള്ള പേരാണ്. അപ്പം നമുക്ക് ആ ചെടി ഒന്ന് കാണിച്ചാൽ. അപ്പോൾ ഇതാണ് ചെടി. പക്ഷേ ഇത് കാണിക്കാനുള്ള കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളർച്ച കഴിഞ്ഞാൽ ഇത് നമുക്ക് കേടുന്ന് പോക്കാണ്, അതായത് നശിച്ചു പോകും. അപ്പോൾ എന്ത് ചെയ്യും? ഇതുപോലത്തെ വിത്തുകൾ വരും. കാരണം ഈ വിത്ത് ഉണ്ടോ, ഇതുപോലത്തെ വിത്തുകൾ ഇങ്ങനെ ഓരോ ചെറിയ മണിമാതിരി കേടുകൊണ്ട് എന്ത് ചെയ്യും? ഇതുപോലെ തൈകളാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വേണമെങ്കിൽ പറിച്ചും വെക്കാം, എന്താ വെച്ചാൽ കാട്ടണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അതിന് മണ്ണ് കുറച്ച് കമ്മിയുണ്ട്, അപ്പം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇത് നല്ല വിലയുള്ള ചെടി കേട്ടോ. അതായത് 600-700 രൂപ റേഞ്ചിൽ വരുന്ന ചെടിയാണ്. നമുക്ക് ഇഷ്ടംപോലെ തയ്യും ഉണ്ടാക്കാൻ പറ്റും ഇതിന്. ഇതുപോലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ നല്ല തയ്യായി വരും. തൈ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടി നല്ല ടെമ്പറാട്ടോ, നല്ല കട്ടി വരുന്ന ചെടികളാണ്. ഇലയാണ് ഒച്ച കുറച്ചോടെ നല്ല കട്ടിയുള്ള ഇലയാണ്. ഈ വേറെ വെറൈറ്റി കാണിച്ചാൽ അഗ്ലോണിയയിൽ തന്നെ ഗ്രീൻ റെഡ്, അതായത് അതുപോലെ കാണിച്ചാൽ അതാണ് ഈ സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞുള്ളൂ. അപ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് തിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും നമ്മൾ ചാണപ്പൊടി മാസം ഇട്ടാൽ മതി, വേറെ ഒരു രാസവളം വേണ്ട. ഇനി ഇതുപോലെ 2 തൈയാക്കി വെച്ചാൽ ഇഷ്ടംപോലെ വരും കേട്ടോ. ഈ ലീഫിനൊരു കംപ്ലൈൻറ്റ് ഇല്ല, കണ്ടില്ലേ? ലീഫിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു കുഴിക്കളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരുന്നടിക്കലുണ്ട്, അതുകൊണ്ട് ക്ലിയർ കേട്ടോ. ലീഫ് നോക്കി നല്ല ക്ലിയർ അല്ലേ?
അപ്പോൾ എന്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം, അതായത് ഇതിൻ്റെ തണ്ടിൽ നിന്ന് കംപ്ലയിൻറ്റ് വരണുള്ളത്. അതിൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തക്കി നിറഞ്ഞു നിൽക്കും തൈ. അപ്പോൾ ഇനി വേറെ ലിഫ്റ്റുകളായിട്ട് കാണിച്ചു തരാം. അതായത് വെള്ളമായിട്ട് തന്നെ പോണത് തത്തമ്മൻ്റെ ഇലമാതിരി ചിറക് മാതിരി അല്ലേ ഇത് ലീഫ് വെക്കി. ചെടി വെക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ വെക്കാം. മണ്ണ് ചാണപ്പൊടി കിട്ടണ ഇതുപോലെ ഈ അടിയിലിട്ട മണ്ണ് കാണിച്ചതാ. ഇതാ ഇതൊക്കെ തയ്യാണ് വരേണ്ടത്. ഇത് തന്നെ തയ്യാണ്, പക്ഷേ ഇത് തയ്യാണ്, ഇതൊക്കെ തയ്യാണ്. ഒരുപാട് തൈ ഉണ്ടല്ലേ. നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക, ചട്ടി ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലാതെ തണ്ടിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചെടി നാശമാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഓവർ വെയിലിട്ടുള്ള മീഡിയം വെയിലും തണലും കൂടി മാത്രം പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ വേണം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിനിവായ. ഇതിന് വെയിൽ തീരെയും പറ്റുള്ളൂ. വെയിൽ തട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആകെ ചുരുളില്ല. ഈ ഒരു തണുപ്പത്തായതുകൊണ്ട് ഇത് നല്ല കരുത്തോടെ നിൽക്കണില്ല. അതിൻ്റെ ലീഫിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഇതിലൊക്കെ ഞാൻ പറയാം ചാണം മണൽ മാത്രം ഇട്ടാൽ വേറെ ഒന്നും ഇടണ്ട. ഓക്കെ, പക്ഷെ ഇത് നല്ലൊരു വെറൈറ്റി ചെടി കേട്ടോ. അതിൻ്റെ ഇല കണ്ടില്ല, വെൽബറ്റ് മാതിരി ചുളിഞ്ഞ് പിരിഞ്ഞാണ്ട് സൂപ്പർ ചെയ്ത്. പക്ഷെ ഇതിൻ്റെ പേര് നമുക്ക് അറിയണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചട്ടി നിറയണ്ട. നമ്മൾ വരുമ്പോൾ എങ്ങനെ തൂമ്പ് തുള്ളി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് തൂമ്പുള്ളി കൊടുത്താൽ നല്ല തിക്നെസ്സായി ചട്ടി നിറഞ്ഞു നോക്കും. നല്ലൊരു വെറൈറ്റിയാണ്. ഇടയ്ക്കിടയ്ക്ക് ചാണകവെള്ളം നല്ലതാണ് കേട്ടോ. വേറെ ഇത് നല്ലൊരു ചെടിയാണ്. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല ചട്ടിയിൽ. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം ആകുമ്പോൾ ഇതിങ്ങനെ മധുരം കൂടി കയറി പോകുന്ന ചെടിയാണ്. ഇങ്ങനെ കാണുമ്പോൾ പക്ഷേ നല്ലൊരു ചെറിയ അഗ്ലോമിയ ചെടിയാണെന്ന്. പക്ഷെ ഇത് കുഴപ്പമില്ല, ചെറുപ്പത്തിൽ കുഴപ്പമില്ല. വലുതായി കഴിഞ്ഞാൽ നമ്മളില്ല അഗ്ലോമിയൻ്റെ മാതിരി മണി പ്ലാന്റ് ചെടീൻ്റെ മാതിരി നേരെ മധുരം ഇങ്ങനെ കയറി പോകും, പറ്റി പിടിച്ചാണ്ട്. അതാണ് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ പേരങ്ങൾ ചെടിയിലെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് പറയാനെന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരും. അപ്പോൾ അതുവരെ നമുക്ക് ബൈ.